നമസ്കാരം, ബിലു ബാലകൃഷ്ണനാണ്, കമ്പനി സെക്രട്ടറി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രൊഫഷണൽ കോഴ്സിൻ്റെ ഓപ്പൺ ബുക്ക് സിസ്റ്റം അഥവാ വിത്ത് ബുക്ക് സിസ്റ്റം പേപ്പർ എങ്ങനെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാമെന്നും എങ്ങനെ പരീക്ഷയ്ക്ക് പ്രസൻറ്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ്. ഇത് പ്രൊഫഷണൽ കുട്ടികൾക്ക് മാത്രമുള്ളൊരു വീഡിയോ ആണ്. എക്സിക്യൂട്ടീവ് പഠിക്കുന്നവർക്ക് പ്രൊഫഷണൽ സ്റ്റേജിലെത്തുമ്പോൾ ഉപയോഗപ്പെടും. റീസെൻ്റായിട്ട് അക്ഷയ സുരേഷ് എന്ന് പറയുന്ന എൻ്റെ പ്രൊഫഷണൽ സ്റ്റുഡൻറ്റ് റെഗുലർ ബാച്ചിലർ സ്റ്റുഡൻറ്റ് ചോദിച്ചപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ എടുക്കാനുള്ളൊരു ആശയം എനിക്കുണ്ടായത്. അതിനുവേണ്ടി കുറച്ച് റിസർച്ചൊക്കെ ചെയ്തു, പഴയ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കി അതിൻ്റെ എക്സ്പീരിയൻസിലും മറ്റുള്ള റിസോഴ്സിൻ്റെ എക്സ്പീരിയൻസിലുമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. കുട്ടികളെ നിങ്ങൾക്കറിയാം, പ്രൊഫഷണൽ കോഴ്സിന് മോഡ്യൂൾ 1 ഗ്രൂപ്പ് 1ലും ഗ്രൂപ്പ് 2ലും ഓരോ ഓപ്പൺ ബുക്ക് പേപ്പറുണ്ട്. ഈ ഓപ്പൺ ബുക്ക് പേപ്പർ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ ആ പേപ്പർ ബന്ധപ്പെട്ടുള്ള സബ്ജക്റ്റ് നോളേജ് കുറച്ച് ഇൻഡെപ്തായിട്ട് കുട്ടികൾ മനസ്സിലാക്കാനും കൺസെപ്ച്വലായിട്ടും ലീഗലായിട്ടും കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാനും അതുപോലെ തന്നെ കേസ് സ്റ്റഡീസ് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ചുകൂടി കൈയാളാൻ പറ്റുന്ന രീതിയിൽ കുട്ടികൾ ട്രാൻസ്ഫോം ആവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം വിത്ത് ബുക്ക് സിസ്റ്റം കൊണ്ടുവന്നത്. പൊതുവേ ഗ്രൂപ്പ് 1 CSR, സോഷ്യൽ ഗവേണൻസ്, IPR ഇത്തരം പേപ്പേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പ് 2ലും നിങ്ങൾക്ക് GST ഉണ്ട്, ലേബർ ലോ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളപ്പോഴും പൊതുവേ കുട്ടികൾ സെലക്ട് ചെയ്യുന്നത് CSR ആൻഡ് ഗവേണൻസ് അല്ലെങ്കിൽ CSR ആൻഡ് സോഷ്യൽ ഗവേണൻസ് എന്ന് പറയുന്ന പേപ്പറാണ്. അപ്പോൾ ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത്തരം ഒരു പേപ്പറിന് എക്സാമ്പിളായിട്ട് വെച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, വിത്ത് ബുക്ക് സിസ്റ്റം അഥവാ എന്താണ്, എക്സാം ഹാളിൽ ബുക്ക് വരെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ആദ്യം മനസ്സിലാക്കണം. ഈ മെമ്മറൈസ് ചെയ്തും കാണാതെ പഠിച്ചും മാത്രം എക്സാംസിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ലെന്നും, മറിച്ച് സബ്ജക്റ്റിലെ ഇൻഡെപ്ത് നോളേജും കൺസെപ്ച്വലായിട്ട് നല്ല നോളേജും കേസ് സ്റ്റഡീസിൽ നല്ല ഇൻഡെപ്ത് ആയിട്ടുള്ള നോളേജ് വേണം. അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം വിത്ത് ബുക്ക് സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്ന കാര്യം ആദ്യമേ മറക്കരുത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു വിത്ത് ബുക്ക് പേപ്പർ, ഉദാഹരണത്തിന് പറഞ്ഞാൽ CSR ആൻഡ് സോഷ്യൽ ഗവേണൻസിനെ അപ്രോച്ച് ചെയ്യാമെന്നുള്ളതാണ്. പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ വിത്ത് ബുക്ക് സിസ്റ്റം പേപ്പേഴ്സ് അഥവാ നമ്മുടെ ഈ ബുക്ക് പോലും കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള പേപ്പേഴ്സിനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആർട്ട് സാധാ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്ന പോലെയല്ല. ഉദാഹരണം പറഞ്ഞാൽ ESG ഗവേണൻസ് എന്ന് പറയുന്ന സാധാ പേപ്പർ വിത്ത് ബുക്ക് അല്ലാത്ത പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നതും, അഥവാ ഡ്യൂ ഡെലിജൻസ് എന്ന പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നതും, DPA എന്ന് പറയുന്ന പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നതും, ഈ വിത്ത് ബുക്ക് സിസ്റ്റമുള്ള പേപ്പേഴ്സ് IPR ആയാലും CSR ആയാലും CSR ആൻഡ് സോഷ്യൽ ഗവേണൻസ് ആയാലും ഇന്റേണൽ ആൻഡ് ഫോറൻസിക് ഓഡിറ്റ് ആയാലും ഇത്തരം പേപ്പേഴ്സ് അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി വ്യത്യാസമാണ്, പഠിക്കുന്നത് പ്രിപ്പയർ ചെയ്യുന്ന രീതി. അപ്പോൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. ഒന്ന്, സ്റ്റഡി മെറ്റീരിയൽ, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റഡി മെറ്റീരിയലും അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് അക്കാഡമിക് പോർട്ടൽ ഇറക്കുന്ന സപ്ലിമെൻ്ററി സ്റ്റഡി മെറ്റീരിയലും നല്ലവണ്ണം 1 or 2 പ്രാവശ്യം വായിച്ചു തീക്കണം. വളരെ ടീഡിയസ് പ്രോസസ്സാണെന്ന് എനിക്കറിയാം, എങ്കിലും വായിച്ചു തീക്കണം. സോ റീഡ് ദ സ്റ്റഡി മെറ്റീരിയൽ ആൻഡ് സപ്ലിമെൻ്ററി മെറ്റീരിയൽസ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് അറ്റ്ലീസ്റ്റ് 2 times. കുറിച്ച് വെച്ചോളേ. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിനെ അനലൈസ് ചെയ്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്, ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസ് പ്രത്യേകം ഇൻഡെക്സ് ഉണ്ടാക്കണം. ഇൻഡെക്സിങ്, മാപ്പിംഗ് ആൻഡ് ഇൻഡെക്സിങ്. അതിന് പ്രത്യേകം ഒരു ഷീറ്റ് ഉണ്ടാക്കി ഓരോ പേജ് നമ്പറിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ഒരു ലൈബ്രറി ഉണ്ടാക്കുക. അവിടെ കേസ് സ്റ്റഡി എവിടെയൊക്കെ കിടക്കുന്നു, ലീഗലായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് എവിടെ കിടക്കുന്നു, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ്, അതായത് കേസ് സ്റ്റഡി പോലെ ഉള്ള ചോദ്യങ്ങൾ എവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്, ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം മാർക്ക് ചെയ്തെടുത്ത് നിങ്ങൾ തന്നെ ഒരു ഇൻഡെക്സ് മാപ്പ് ഉണ്ടാക്കുക. 3ാമത്, ഈ സ്റ്റിക്കി നോട്ട്സ് അറിയാലോ അല്ലേ, മൾട്ടിപ്പിൾ കളറിൽ കിട്ടുന്നത്, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്ത് സ്റ്റഡി മെറ്റീരിയലിനെ തന്നെ നമ്മൾ ഡീസെൻട്രലൈസ് ചെയ്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസും ചോദിക്കാൻ സാധ്യതയുള്ളതും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കേസ് സ്റ്റഡീസും പ്രത്യേകം സ്റ്റിക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കണം, ഫ്ലാഗ് ചെയ്ത് വെക്കണം. സോ ദാറ്റ് എക്സാം ഹാളിൽ സമയം കുറച്ചെടുത്തുകൊണ്ട് തന്നെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അറിയാവുന്നുള്ളൊരു കേസ് സ്റ്റഡി വന്നു, 2ാമത്തെയോ 3ാമത്തെയോ ക്വസ്റ്റ്യൻ കേസ് സ്റ്റഡി നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ വായിച്ചിട്ടുള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയാം, പക്ഷെ ആ സ്റ്റഡി മെറ്റീരിയൽ എവിടെ കിടക്കണമെന്ന് അറിയണ്ടേ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് സ്റ്റഡീസ്, പൊതുവേ കേസ് സ്റ്റഡീസ് ഒരു പേജ് അടങ്ങുന്ന 1.25 പേജ് അടങ്ങുന്ന ക്വസ്റ്റ്യനും അതിൻ്റെ അകത്തൊരു 4 ക്വസ്റ്റ്യൻ
പ്രത്യേകിച്ച് ചോദിക്കും. അതായത് 1.5 പേജ് കേസ് തന്നിട്ട് ഒരു 4 ക്വസ്റ്റ്യൻ പ്രത്യേകം ചോദിക്കും. ഒരു ക്വസ്റ്റിന് അറൗണ്ട് 5 മാർക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ 4 മാർക്ക് വെച്ചിട്ട് കുട്ടി നോക്കുമ്പോൾ 16 മുതൽ 20 മാർക്ക് വരെ വെയിറ്റേജ്. അപ്പോൾ ഒരു കേസ് സ്റ്റഡി കിട്ടുക എന്ന് വെച്ചാൽ അതിൽപ്പോൾ ഒരു ഭാഗ്യമില്ല അല്ലേ? അപ്പോൾ അതെങ്ങനെ നമ്മൾ ട്രാക്ക് ചെയ്യും? അപ്പോൾ നമ്മൾ മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി തന്നെ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് കേസ് സ്റ്റഡീസ് എന്നും പണ്ട് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കേസ് സ്റ്റഡീസ് നമ്മൾ ഫ്ലാഗ് ചെയ്ത് ടാഗ് ചെയ്ത് സ്റ്റിക്കി നോട്ട് വെച്ച് അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്ലാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ട് സപ്പോസ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുള്ള കേസ് സ്റ്റഡിയാണ് ഓർമ്മ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഫ്ലാഗ് എടുത്ത് നമുക്ക് റെഫർ ചെയ്യാം പരീക്ഷ ഹാളിൽ നിന്ന് തന്നെ. അപ്പോൾ കേസ് സ്റ്റഡിയുടെ പേരോ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുള്ള ഒരു 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 ലാൻഡ് മാർക്ക് കൂടെ ആ സ്റ്റിക്കി നോട്ടിൽ ബുക്ക് മാർക്കിൽ കുറിച്ച് വയ്ക്കുക. ഇതാണ് ക്രാക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല രീതി. അപ്പോൾ ഒന്നുകൂടി പറയാം, ഈ രണ്ടാമത്തെ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് സ്റ്റഡിയും നേരത്തെ ചോദിച്ചിട്ടുള്ള കേസ് സ്റ്റഡീസും പ്രത്യേകം ഫ്ലാഗ് ചെയ്ത് മൾട്ടിപ്പിൾ കളർ യൂസ് ചെയ്തിട്ടുള്ള സ്റ്റിക്കി നോട്ട് വെച്ച് ഫ്ലാഗ് ചെയ്ത് അതിൻ്റെ സൈഡിൽ ഒരു നോട്ട് ലാൻഡ് മാർക്ക് എഴുതി വയ്ക്കുക. ഫോർ എക്സാമ്പിൾ എക്സ് ആൻഡ് വൈ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സോഷ്യൽ ഇമ്പാക്ട്, അല്ലെങ്കിൽ സൊസൈറ്റി ബന്ധപ്പെട്ട കാര്യം, ഇത്തരം കാര്യങ്ങൾ മാർക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ സമയം കുറച്ചെടുത്തുകൊണ്ട് തന്നെ പരീക്ഷ ഹാളിൽ ആ കേസിന്റെ പേജിലോട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റും. റെഫർ ചെയ്യാൻ എളുപ്പമാണ് പരീക്ഷ ഹാളിൽ. മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് പൊതുവെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യും. എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും അങ്ങനെയാണ്, പ്രത്യേകിച്ച് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു 4 എക്സാം പേപ്പർ എടുക്കുക. അതിൽ ചോദിച്ചിട്ടുള്ള എല്ലാ കേസ് സ്റ്റഡീസും ക്വസ്റ്റ്യൻസും നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോവുക. തിയറി ആയാലും കേസ് സ്റ്റഡീസ് ആയാലും ഒരു 25-30% വരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഇമ്പാക്ട് അസസ്മെന്റിനെ കുറിച്ച്, ഷെഡ്യൂൾ 7 കുറിച്ച്, അമെൻമെന്റ്സിനെ കുറിച്ച്, സോഷ്യൽ യൂട്ടിലിറ്റിയെ കുറിച്ച്, സോഷ്യൽ ഇമ്പാക്റ്റിനെ കുറിച്ച്, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിനെ കുറിച്ച്, ആനുവൽ ആക്ഷൻ പ്ലാനിനെ കുറിച്ച്, ഇങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഒരു 20-30 മാർക്കിന് വരുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ റിപ്പീറ്റഡായിട്ടുണ്ടെങ്കിൽ അത് നോക്കുക. അപ്പോൾ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് പ്രാക്ടീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ട്രൈ ടു പ്രാക്ടീസ് as many case studies asked in the last 4 examinations so that you will be able to easily grab the essence of each case study. ഇതാണ് 3 ടിപ്സ്. അപ്പോൾ ഒന്നുകൂടി പറയാം. ഒന്ന്, റീഡ് ദ സ്റ്റഡി മെറ്റീരിയൽ ആൻഡ് സപ്ലിമെന്ററി മെറ്റീരിയൽസ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് അറ്റ്ലീസ്റ്റ് 2 times. 2, prepare an index in the study material and map important case studies and areas and put a flag on it with an index so that you can quickly refer to that at the exam hall itself. Third one is to practice the multiple question papers, especially 4 last question papers asked by the institute with the answers and the suggested answers or the guidelines answers, so that you will be able to practice how to answer these types of questions, especially the case studies. ഇനി എക്സാം ഹാളിൽ പൊതുവെ വില്ലനാവുന്നത് കേസ് സ്റ്റഡീസ് ആണ്. നിങ്ങൾക്കറിയാം, 20 മാർക്ക് വരെ വെയിറ്റേജ് അടങ്ങുന്ന 16 തൊട്ട് 20 മാർക്ക് വരെ വെയിറ്റേജ് അടങ്ങുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമ്മൾ ആദ്യം ഒരു പെൻസിൽ യൂസ് ചെയ്ത് ഒരു കേസ് സ്റ്റഡി, ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്പർ 1, അത് മാൻഡേറ്ററി ക്വസ്റ്റ്യൻ ആണല്ലോ, നമ്മൾ വായിച്ചു തുടങ്ങി വരുമ്പോൾ തന്നെ KRA എന്ന് വെച്ചാൽ കീ റിസൾട്ട് ഏരിയ മാർക്ക് ചെയ്യണം. KRA എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നും ചോദ്യം ചോദിക്കാൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് താഴെ ഒരു ചോദ്യം വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കീ റിസൾട്ട് ഏരിയാസ് മാർക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ വായിച്ചു വരുമ്പോൾ എഴുതിയിട്ടുണ്ട് ദ കമ്പനി സ്പെൻസ് മോസ്റ്റ് ഓഫ് ഹിസ് CSR ബഡ്ജറ്റ് ടു ദ എംപ്ലോയീസ് ഒള്ളി. അപ്പൊ കൊണ്ട് എംപ്ലോയീസ് ഒള്ളി അണ്ടർലൈൻ. The impact assessment was given to an implementing agency underline. Foreign income has been included in the net profit, underline foreign income. അങ്ങനെ നമ്മൾ പറയത്തില്ലേ, ഈ അവിടെ ആയിട്ട് ട്രിഗേഴ്സ് വെച്ചിട്ടുള്ള, ബോംബ് വെച്ചിട്ടുള്ള, ഇൻസ്റ്റിറ്റ്യൂട്ട് മറച്ചു വെച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനെ, ആ എലിമെന്റ്സിനെ കീ റിസൾട്ട് ഏരിയ എന്ന് പറയും. അതിനെല്ലാം അണ്ടർലൈൻ ചെയ്ത് കാരണം ഇനി താഴെ കിടക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ വീണ്ടും ക്വസ്റ്റ്യൻ വായിച്ചു നോക്കേണ്ടി വരരുത്. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുള്ള ഏതെങ്കിലും കീ റിസൾട്ട് ഏരിയയിലായിരിക്കും ഇതിന്റെ ആൻസർ ഒളിഞ്ഞു കിടപ്പുള്ളൂ. മനസ്സിലായോ? രണ്ടാമത്തെ പരീക്ഷ ഹാളിലെ ടിപ്പ്, ആൻസർ എഴുതുമ്പോൾ, അതായത് കേസ് സ്റ്റഡി കഴിഞ്ഞ് 4 ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ ചോദിച്ച് കണ്ടുവരുന്നത്, അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 2. ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചു നോക്കിയിട്ട് അത് കേസ് സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെടുത്തിയതിന് ശേഷം, സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇപ്പോൾ എംപ്ലോയീസിന്റെ കേസിൽ ആസ് പെർ CSR പോളിസി റൂൾസ് 2014
ദ CSR എക്സ്പെൻഡിച്ചർ ഷുഡ് നോട്ട് ബി ലിമിറ്റഡ് ഓൺലി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എംപ്ലോയീസ്. അതാണ് അതിന്റെ ഉത്തരം. അപ്പോൾ നിങ്ങൾ അതിനെ ആ ആൻസർ കണ്ടുപിടിച്ച് അതിനെ ക്വസ്റ്റ്യനുമായിട്ട് ലിങ്ക് ചെയ്ത് കുട്ടികളെ ആൻസർ എഴുതുമ്പോൾ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് തോന്നണം. അതായത് യു ഷുഡ് ക്ലിയർലി സേ ദ ഫാക്ട്സ് ഇൻ ദ ക്വസ്റ്റ്യൻ. കമ്പനിയുടെ പേര്, അവിടെ കമ്പനി സെക്രട്ടറിയുടെ പേര് കാണും, അല്ലെങ്കിൽ ഇയർ കാണും, എമൗണ്ട് കാണും. അത്തരം ഫാക്ട്സ് എന്ത് ചെയ്യണം, നിങ്ങളുടെ ആൻസറിൽ നിങ്ങൾ യൂസ് ചെയ്യണം. പൊതുവേ കുട്ടികളുടെ ആൻസർ എന്ന് വെച്ചാൽ ടിപ്പിക്കലായിട്ട് കാണാപടിച്ച് കൊണ്ടുവന്ന ഒരു ആൻസർ എടുത്തിട്ടതുപോലെ തോന്നും. അങ്ങനെ തോന്നരുത്. ആ പർട്ടിക്കുലർ കേസ് സ്റ്റഡിയിൽ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് എക്സാമിനറിന് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യന്റെ ഫാക്ട്സും ക്വസ്റ്റ്യന്റെ കമ്പനിയുടെ പേര്, ഫാക്ട്സ്, ഇയർ, വർഷം, എമൗണ്ട്, അത് ബന്ധപ്പെട്ട പ്രോജക്റ്റിന്റെ പേര്, അത് ബന്ധപ്പെട്ട ആൻസർ, അത് ബന്ധപ്പെട്ട ഫാക്ട്സ് യൂസ് ചെയ്ത് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആൻസർ ആയിട്ട് ഫീൽ ചെയ്യണം. പരീക്ഷ ഹോളിലെ ടിപ്പ് നമ്പർ 3. പൊതുവെ കേസ് സ്റ്റഡിക്ക് ആൻസർ എഴുതുമ്പോൾ ഒരു ആവേശപ്പെട്ടുള്ള ഒരു ആൻസർ ആയിട്ട് തോന്നരുത്. നമ്മൾ പറയും അൺകുക്ക്ഡ് ആയിട്ടുള്ള ഒരു ആൻസർ ആവരുത്, മറിച്ച് കുക്ക്ഡ് ആയിട്ടുള്ള ആൻസർ വേണം. എന്താ കുക്ക്ഡ് ആയിട്ടുള്ള? ഒരു പാചകം കുക്ക് ചെയ്യുമ്പോൾ എന്താ, അതിൽ ഉപ്പ് കാണും അല്ലേ, എരിവ് കാണും, സ്പൈസി ആയിരിക്കും, എന്നാൽ കഴിക്കാനും പറ്റും എന്ന രീതിയിൽ എല്ലാ അർത്ഥത്തിലും പൂർണ്ണത ഉള്ള ഒരു ആൻസർ ആയിരിക്കും. അപ്പൊ അതെങ്ങനെയാണ് പൂർണ്ണമുള്ള ഒരു ആൻസർ നമ്മൾ കേസ് സ്റ്റഡി കൊടുക്കും? കുട്ടികളെ ചാടിക്കേറി 3 ക്വസ്റ്റ്യൻ ആൻസർ എഴുതുന്നതിന് പകരം മറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം ഈ കേസിനെ കുറിച്ച്. ഈ കമ്പനി ഇതാണ്, ഇതിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇങ്ങനെ തീരുമാനിച്ചു, ഇത്രയാണ് ഇതിന്റെ നെറ്റ് പ്രോഫിറ്റ്, ഇത്രയാണ് ഇതിന്റെ ഇങ്ങനെ അതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യനിൽ തന്നെ കുറച്ച് ഫാക്ട്സ് എടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഇൻട്രോ ആൻസർ കൊടുത്തിട്ട് തൊട്ടടുത്ത ഹെഡിങ്ങിൽ ഒരു അനാലിസിസ് കൊടുക്കണം. ഇതിനെ ബേസ് ചെയ്തിട്ട് എന്റെ അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു പാരഗ്രാഫ് എഴുതുക. എന്നിട്ട് നിങ്ങൾ ആൻസർ എഴുതുക. അതായത് കൺക്ലൂഷനിൽ വേണം ഓരോ ക്വസ്റ്റ്യനും ആൻസർ എഴുതാനായിട്ട്. ഇനി അഥവാ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ടില്ല, ഒറ്റ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന രീതിയാണെന്നുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ, അനാലിസിസ് ഓഫ് ദ കേസ്, കൺക്ലൂഷനിലായിരിക്കണം നിങ്ങൾ ആൻസർ. ഇനി അല്ല മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചുള്ള കേസ് സ്റ്റഡി ആണെങ്കിൽ ഇൻട്രൊഡക്ഷൻ, അനാലിസിസ് ഓഫ് കേസ്, കൺക്ലൂഷന്റെ അകത്ത് ഓരോ ക്വസ്റ്റ്യൻ വീണ്ടും എഴുതി അതിൻ്റെ അകത്ത് ആൻസർ എഴുതുക, ക്വസ്റ്റ്യൻ വീണ്ടും എഴുതി അതിൻ്റെ അകത്ത് ആൻസർ എഴുതുക, ക്വസ്റ്റ്യൻ വീണ്ടും എഴുതി അതിൻ്റെ അകത്ത് ആൻസർ എഴുതുക. ഈ മെത്തേഡ് യൂസ് ചെയ്യുക. അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എക്സാമിനർ വാല്യൂ ചെയ്യുമ്പോൾ ഈ പറയുന്ന കുട്ടിക്ക് കേസ് സ്റ്റഡി എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് അറിയാം എന്നുള്ള ഒരു ഫീഡ്ബാക്ക് എക്സാമിനർ കിട്ടുകയും കൂടുതൽ മാർക്ക് എടുക്കാനും പറ്റും. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കേസ് സ്റ്റഡി ആൻസർ ചെയ്യുന്ന 2 രീതിയിലാണ്. സബ് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടുള്ളത് ഒരു ടൈപ്പ് ക്വസ്റ്റ്യനും, അല്ലാതെ ഒരു കേസ് സ്റ്റഡി തന്നിട്ട് ഒറ്റ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഈ 2 മോഡലിലും ഒരു ഇൻട്രോ ആൻസർ എഴുതണം, ഒരു അനാലിസിസ് ഓഫ് ദ കേസ് എഴുതണം, എന്നിട്ട് കൺക്ലൂഷൻ പാർട്ടിൽ വേണം ഒന്നീ ഒറ്റ ആൻസർ ആണെങ്കിൽ നിങ്ങളുടെ കൺക്ലൂഷൻ ആൻസർ എഴുതുക, ഇല്ല മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്, വേറെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻ വീണ്ടും ക്വസ്റ്റ്യൻ എന്ന് എടുത്ത് എഴുതിയിട്ട് അതിന്റെ ആൻസർ, വീണ്ടും ക്വസ്റ്റ്യൻ കോപ്പി ചെയ്തിട്ട് അതിന്റെ ആൻസർ, അങ്ങനെ എഴുതുക. എന്ത് ആൻസർ എഴുതിയാലും ഇത് ഈ പറയുന്ന കേസ് സ്റ്റഡിയുടെ ആൻസർ ആയിട്ട് തോന്നണമെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസിന്റെ ഫാക്ട്സ് യൂസ് ചെയ്യണം. പറഞ്ഞല്ലോ, കമ്പനിയുടെ പേര്, വർഷം, CSR എമൗണ്ട്, പ്രോജക്റ്റിന്റെ പേര്, ഷെഡ്യൂൾ 7 എൻട്രി, ഇത്തരം എല്ലാ ഫാക്ട്സും ഞാൻ പറഞ്ഞു. വീണ്ടും പറയുന്നു, നമ്മുടെ സിനിമയിലൊക്കെ പറയുന്ന ഒരു റിയലിസ്റ്റിക് ആൻസർ ആയിട്ട് തോന്നണം, അല്ലാതെ ഒരു കസ്റ്റമൈസ്ഡ് ആൻസർ ആയിട്ട് തോന്നാൻ പാടില്ല. ഇത് കേസ് സ്റ്റഡീസിനാണ് കൂടുതലും, അതിനാണുള്ള വെയിറ്റേജ് കൂടുതൽ. അറൗണ്ട് 50 മാർക്കിന് വരെ കേസ് സ്റ്റഡി വരാൻ സാധ്യതയുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇഷ്ടംപോലെ ചോദിക്കുന്നുണ്ട്. ഇംപ്ലിമെന്റ് ഏജൻസി ആര് അപ്പോയിന്റ് ചെയ്യും? ഞാൻ ഈ പേപ്പർ പറഞ്ഞാൽ ഉദാഹരണത്തിന് പറഞ്ഞാൽ എന്റെ സ്പെഷ്യലിസ്റ്റ് ഏരിയ ആണല്ലോ CSR. അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഇംപ്ലിമെന്റ് ഏജൻസി അല്ലെങ്കിലുള്ള കോൺസിക്വൻസസ്, CSR കമ്മിറ്റി കോമ്പോസിഷൻ, ഇൻഡിപെൻഡന്റിന്റെ അതിൻ്റെ അകത്തുള്ള പ്രാതിനിധ്യം, അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അമെൻമെന്റ്, ഏത് ചോദിച്ചാലും മറ്റുള്ള തിയറി സാധാ പേപ്പർ എഴുതുന്ന പോലെ എഴുതിയാൽ മതി. പൊതുവെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇല്ലാത്ത പക്ഷം നേരത്തെ ഇൻഡെക്സ് ചെയ്യാൻ പറഞ്ഞില്ലേ, ഇൻഡെക്സ് ചെയ്യാൻ പറഞ്ഞപ്പോൾ കേസ് സ്റ്റഡി ഇൻഡെക്സ് ചെയ്തതുപോലെ തന്നെ ലോ ഉണ്ടെങ്കിൽ, ലോ തറവല്ലെങ്കിൽ, ലോ പഠിക്കുക എളുപ്പമാണല്ലോ, 135 മാത്രമേ ഉള്ളൂ. 135 സെക്ഷനും ഷെഡ്യൂൾ 7 CSR റൂൾസിലുള്ള അതങ്ങ് പഠിച്ചൂടെ. ഇനി അഥവാ അത് മനസ്സിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളും കൂടെ വേറൊരു കളറിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇൻഡെക്സിന് യൂസ് ചെയ്യുന്നത്, സ്റ്റിക്കി നോട്ട്സ് യൂസ് ചെയ്യുന്നത്, ഇൻഡെക്സ് ആയിട്ട് നിങ്ങൾ എന്താണ് അനക്സസ് ഈ പറഞ്ഞ ഫ്ലാഗ് ചെയ്ത് യൂസ് ചെയ്യുന്നത് മഞ്ഞ കളറാണെന്നുണ്ടെങ്കിൽ ലോയ്ക്ക് വേണ്ടി ചോപ്പ് യൂസ് ചെയ്യുക. അത്തരം ചോപ്പിൽ സെക്ഷൻ 135(1) കമ്മിറ്റി, ഇൻഡിപെൻഡന്റ് ഡയറക്ടർ, അല്ലെങ്കിൽ സ്പെൻഡിങ് റൂൾസ്, എന്താണ് ഓവർ ഹെഡ്സ്, എക്സ്പെൻസസ്, ഇങ്ങനെ നെറ്റ് പ്രോഫിറ്റ് കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ് ഫ്ലാഗ് ചെയ്യുക.
ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെ സ്റ്റഡി മീറ്റിൽ നോക്കുമ്പോൾ നിങ്ങൾ പോലും അല്ലെങ്കിൽ, ഞാൻ ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്ത് പറയാം, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അക്ഷയയുടെയോ രഞ്ജുവിന്റെയോ ബിബിന്റെയോ ഈ പറഞ്ഞ പോലെ എല്ലയുടെയോ, എൻ്റെ കുട്ടികളുടെ കുറച്ച് പേരാണ് ഞാൻ പറയുന്നത്, ശില്പയുടെയോ ബിബിൻ കെയുടെയോ ഗായത്രിയുടെയോ ഏതെങ്കിലും പേര് വിട്ടു വിഷമിക്കല്ലേ, അക്ഷയാണല്ലോ ഈ പോയിന്റ് കൊണ്ടുവന്നത്. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ച സ്റ്റഡി മെറ്റീരിയൽ നിങ്ങളല്ലാത്തൊരാൾ നോക്കുന്നു നോക്കി. ഇതാണല്ലോ എക്സാം ഹാളിൽ സംഭവിക്കുന്നത്. നിങ്ങളല്ലാത്തൊരാൾ നോക്കുമ്പോൾ അയാൾക്ക് പോലും ട്രാക്ക് ചെയ്യാൻ പറ്റണം, ഒരു ക്വസ്റ്റ്യൻ വായിച്ചാൽ ഇതെവിടെ കിടക്കുന്നു. ഇംപ്ലിമെന്റിംഗ് ഏജൻസിയെ ബന്ധപ്പെട്ടുള്ള കേസ് സ്റ്റഡി ചോദിക്കും, ആ ഫ്ലാഗുകൾ നോക്കുമ്പോൾ തന്നെ ഇംപ്ലിമെന്റ് ഏജൻസി എന്നോട് മാർക്ക്, അത് എടുത്തു നോക്കുമ്പോൾ അവിടെ ഇംപ്ലിമെന്റ് ഏജൻസിയെ കുറിച്ചുള്ള കേസ് സ്റ്റഡി കാണണം. ഇറാഡിക്കേറ്റിംഗ് ഹങ്കറിനെ കുറിച്ചൊരു ചോദ്യം വന്നു, ക്ലീൻ ഗംഗ പ്രോജക്റ്റിനെ കുറിച്ച് ചോദ്യം വന്നു. ഇത്തരം ഏത് ചോദ്യങ്ങൾ വന്നാലും അത്തരം കാര്യങ്ങൾ വേറൊരാൾക്ക് പോലും ബുക്ക് നോക്കി റെഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ മാപ്പ് ചെയ്യുകയും ഇൻഡെക്സ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ പരീക്ഷയ്ക്ക് മുമ്പ് പ്രിപ്പയർ ചെയ്യേണ്ട 3 ടിപ്സ് അത് പറഞ്ഞു, പരീക്ഷ ഹാളിൽ വെച്ച് ചെയ്യേണ്ട 3 ടിപ്സും പറഞ്ഞു. വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഇട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 55 മുതൽ 60 മാർക്ക് സുഗമമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ് വിത്ത് ബുക്ക് സിസ്റ്റം, ഓപ്പൺ ബുക്ക് സിസ്റ്റം. എസ്പെഷ്യലി CSR പോലത്തെ പേപ്പർ കുറച്ചുകൂടി എളുപ്പമാണ്, കാരണം ESGയിൽ പഠിക്കുന്നുണ്ട്. ഓഡിറ്റിലൊക്കെ താല്പര്യമുള്ള, ഡ്യൂ ഡിലിജൻസ് ഉള്ളതുകൊണ്ട് ഓഡിറ്റ് താല്പര്യമുള്ളവർക്ക് ഇന്റർണൽ ഓഡിറ്റ്, ഫോറൻസിക് ഓഡിറ്റ് നല്ലതാണ്. അപ്പർ സൈഡ് ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ലേബർ ലോ അല്ലെങ്കിൽ GST നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. എന്തായാലും ഏത് പേപ്പർ എടുത്താലും ഇതിൻ്റെ രീതി ഇതാണ്. അപ്പോൾ ഗോൾഡൻ റൂൾ മറക്കരുത്, 4 പ്രാവശ്യം ബാക്കിലോട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യം നെല്ലയിൽ പ്രാക്ടീസ് ചെയ്യുക. എസ്പെഷ്യലി കേസ് സ്റ്റഡി വിത്ത് ആൻസേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മോഡൽ ആൻസേഴ്സ് വെച്ച് പ്രിപ്പയർ ചെയ്യുക. പറഞ്ഞത് മറക്കരുത് അല്ലേ. പിന്നെ ഫ്ലാഗ് ചെയ്യാൻ പറഞ്ഞു, ഇൻഡെക്സ് ചെയ്യാൻ പറഞ്ഞു, സ്റ്റഡി മെറ്റീരിയൽ ആസ് എ ഹോൾ. ഒന്നുകൂടി പറയണോ? വേണ്ടല്ലോ അല്ലേ, ക്ലിയർ ആണല്ലോ, ഒന്നുകൂടി ഇട്ട് കേട്ടാൽ മതി. അപ്പോൾ പ്രീ എക്സാം സ്റ്റഡി ദ സ്റ്റഡി മെറ്റീരിയൽ ആസ് എ ഹോൾ 2 times. 2 ഈ പറഞ്ഞതുപോലെ ഈ കേസ് സ്റ്റഡീസും കാര്യങ്ങളും സ്റ്റഡി മെറ്റീരിയൽ, കേസ് സ്റ്റഡീസും ലീഗൽ പോയിന്റ്സും ഫ്ലാഗ് ചെയ്ത് ഇൻഡെക്സ് ചെയ്ത് മാപ്പ് ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കുക. സോ ദാറ്റ് എക്സാം ഹാളിൽ പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാൻ പറ്റും. കഴിഞ്ഞ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നെല്ലയിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പരീക്ഷ ഹാളിൽ വെച്ച് ക്വസ്റ്റ്യൻ നല്ലവണ്ണം വായിച്ചു നോക്കിയിട്ട് കീ റിസൾട്ട് ഏരിയസ് മാർക്ക് ചെയ്യുക. രണ്ടാമത് ആൻസർ എഴുതുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ ആൻസർ എഴുതണം. അതായത് ഇൻട്രൊഡക്ഷൻ, അനാലിസിസ്, കൺക്ലൂഷൻ. ഒറ്റ ആൻസർ ആണെന്നുണ്ടെങ്കിൽ കൺക്ലൂഷനിൽ എഴുതുക. മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് കൺക്ലൂഷൻ തന്നെ, ക്വസ്റ്റ്യനെ തന്നെ വീണ്ടും എഴുതിയിട്ട് ആൻസർ എഴുതുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലാസ്റ്റ് ടിപ്പ്, എപ്പോഴും ആൻസർ എഴുതുമ്പോൾ ക്വസ്റ്റ്യനിൽ കിടക്കുന്ന ഫാക്ട്സ് യൂസ് ചെയ്ത് റിയലിസ്റ്റിക് ആയിട്ട് ക്വസ്റ്റ്യനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസിന്റെ ഫാക്ട്സ് യൂസ് ചെയ്ത് എഴുതാൻ പഠിക്കുക. നിങ്ങളിങ്ങനെ എഴുതി നോക്കൂ, തീർച്ചയായും മാർക്ക് കൂടുതലുണ്ടാവും. ഓൾ ദി ബെസ്റ്റ്. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി, ബിൽ സാർ എന്ന് മറുപടി തരാം. മറ്റൊരു വീഡിയോയുമായിട്ട് ബിലു ബാലകൃഷ്ണൻ സാറ് വീണ്ടും വരും. താങ്ക് യു.